ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2025 ഇറങ്ങിയവയിൽ ഏറ്റവും മികച്ച ട്വിസ്റ്റുകളുള്ള സിനിമകളിൽ ഒന്നിന്റെ റീക്യാപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് 2 months മുമ്പ് ഇറങ്ങിയ ഹോളിവുഡ് ബ്ലാക്ക് കോമഡി മൂവി ബുഗോണിയ. ട്വിസ്റ്റുകൾ മാത്രമല്ല, നമ്മളിൽ പലർക്കും ഒരിക്കലെങ്കിലും താല്പര്യം തോന്നിയിട്ടുള്ള ഏലിയൻ കോൺസ്പിറസി തിയറി പോലുള്ള കോൺസെപ്റ്റ് കൊണ്ടും കൂടി വളരെ ഡിഫറെന്റ് ആയ ഒരു ചിത്രമാണ്. അതിന്റെ ഒരു ഹിന്റ് നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിലിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗം റീക്യാപ്പിലേക്ക് പോകാം. ഒരു ദിവസം തന്റെ തേനീച്ചകളെ പരിപാലിക്കുന്നതിനിടയിൽ ടെഡി എന്ന യുവാവ് തന്റെ ഓട്ടിസം ബാധിച്ച കസിനായ ഡോണിനോട് ഗവൺമെന്റ് ഫുഡ് സപ്ലൈസിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സിസ്റ്റം സമൂഹത്തോട് ചെയ്യുന്ന ഈ പ്രവൃത്തിയെ പറ്റി അവൻ ഒത്തിരി വറീഡാണ്. മാത്രമല്ല, ഇതിനു പുറകിൽ എന്തൊക്കെയോ വൻ ശക്തികളാണെന്നും അവന് തോന്നുന്നുണ്ട്. സോ ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് കിട്ടുന്നത് വരെ അവൻ ഒത്തിരി റീസെർച്ച് നടത്തുന്നു. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ടെഡി ഡോണിനോട് പറയുന്നു. അങ്ങനെ അവർ ഒരു വലിയ മിഷന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നീട് അവർ ഇതിനാവശ്യമായ ടൂൾസ് വാങ്ങിക്കാൻ ഹാർഡ്വെയർ സ്റ്റോറിലേക്കും പിന്നെ കോസ്റ്റ്യൂംസ് വാങ്ങിക്കാൻ ഒരു ത്രിഫ്റ്റ് സ്റ്റോറിലേക്കും പോകുന്നു. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്നും പിടിക്കപ്പെടുവോ എന്ന് പേടിയുണ്ടെന്ന് ഡോൺ പറയുന്നുണ്ട്. പക്ഷെ ടെഡി അവനെ കെട്ടിപ്പിടിച്ച് കുറെ കോംപ്ലിമെന്റ് ഒക്കെ ചെയ്ത് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് അവനെ സഹായിക്കാൻ ഡോണിനെ കൺവിൻസ് ചെയ്തെടുക്കുവാണ്. ഈവനിങ് ആവുമ്പോൾ ടെഡി ഡോണിനോട് അവർക്ക് ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ പാടില്ലെന്ന് പറയുന്നു. അതായത് ഇനി അങ്ങോട്ട് ഗെയിമിംഗ് പാടില്ല, സ്മോക്കിംഗ് പാടില്ല, ഈവൻ റീസെർച്ചിന് വേണ്ടി അല്ലെങ്കിൽ സ്ക്രീൻ നോക്കിയുള്ള പരിപാടികൾ പോലും പാടില്ല. അതും പോരെങ്കിൽ അവർക്ക് സെക്ച്വൽ തോട്ട്സ് ഒന്നും വരാതിരിക്കാൻ ഒരു സ്പെഷ്യൽ കെമിക്കൽ ഇഞ്ചക്ഷൻ എടുത്ത് സ്വയം കാസ്ട്രേറ്റ് ചെയ്യുന്ന ഐഡിയ പോലും പറയുന്നുണ്ട്. ഈ ഒരു ഐഡിയ ഡോണിന് ഇഷ്ടപ്പെടുന്നേ ഇല്ല. പക്ഷെ ടെഡി ബയോളജിക്കൽ നീഡ്സിൽ നിന്നൊക്കെ ഫ്രീ ആവുന്നതിനെ പറ്റി കുറെ ക്ലാസ്സസ് ഒക്കെ എടുത്ത് അവന്റെ മനസ്സ് മാറ്റിയെടുക്കുന്നു. ശേഷം രണ്ടുപേരും പരസ്പരം ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുവാണ്. അതേസമയം മറ്റൊരിടത്ത് ഓക്സിലത്ത് എന്ന ഫാർമസ്യൂട്ടിക്കൽ മെഗാ കോർപ്പറേഷന്റെ CEO ആയിട്ടുള്ള മിഷൽ തന്റെ ലക്ഷറി നിറഞ്ഞ വീട്ടിൽ തന്റെ ഡെയിലി റൊട്ടീനിലാണ്. അവരും എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് പക്ഷെ നല്ല അഡ്വാൻസ്ഡ് മെഷീൻസും വർക്ക്ഔട്ട് പാർട്ടറും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നിറയെ സപ്ലിമെന്റ്സും ഒക്കെ ഉണ്ട്. ശേഷം അവർ ഓഫീസിലേക്ക് പോവുകയും തന്റെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയുമാണ്. വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ അവരുടെ ടീം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവള് വളരെ കൈൻഡായ ഒരു വ്യക്തിയായിട്ട്, അതായത് മൈനോറിറ്റീസിനെയൊക്കെ ജോലിക്ക് എടുക്കുന്നതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടൊക്കെ തോന്നിക്കുന്ന തരത്തിലാണ് സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. ബട്ട് സത്യത്തിൽ ബാക്കിയുള്ള സമയങ്ങളിൽ എംപ്ലോയീസിനോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ് അവൾ. ഉച്ചയ്ക്ക് ശേഷം മിഷൽ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. പക്ഷെ ഡോണും ടെഡിയും സമീപത്തായി ഒളിച്ചിരിക്കുന്നത് അവൾ കാണുന്നില്ല. അവൾ കാർ പാർക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവർ അതിനുശേഷം അവളുടെ മീതെ ചാടി വീഴുന്നു. പക്ഷെ മിഷലിന് അവളുടെ ട്രെയിനിങ് സ്കിൽസ് ഉപയോഗിച്ച് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൾ അവരെ രണ്ടുപേരെയും വീഴ്ത്തിക്കൊണ്ട് ഡോർ ലക്ഷ്യമാക്കി ഓടുന്നു. പക്ഷെ ടെഡി വേഗം റിക്കവർ ആയിക്കൊണ്ട് വീണ്ടും ഒരു അറ്റംപ്റ്റിലേക്ക് കടക്കുന്നു. ബട്ട് മിഷൽ വീണ്ടും അവനെ തോൽപ്പിച്ച ശേഷം തന്റെ വീടിന്റെ പിൻഭാഗത്തേക്ക് ഓടുവാണ്. പക്ഷെ അവിടെ വെച്ച് ടെഡിക്ക് അവളെ ചെടികൾക്കിടയിലേക്ക് തള്ളിയിടാൻ പറ്റുന്നുണ്ട്. ഇത്തവണ മിഷൽ വീണ്ടും ഫ്രീ ആയി രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങുന്നെങ്കിലും അവൾ കറങ്ങി നിലത്തേക്ക് വീഴുന്നു. ബിക്കോസ് ടെഡിക്ക് ഇതിനോടകം അവളുടെ ദേഹത്ത് സെഡേറ്റീവ്സ് ഇഞ്ചക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ കസിൻസ് മിഷലിനെ അവളുടെ തന്നെ കാറിലെടുത്തിട്ടുകൊണ്ട് കാർ ഓടിച്ചു പോകുന്നു. ഇപ്പോൾ ഡോൺ മിഷലിന്റെ തലമുടി ഷേവ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം ടെഡി കരുതുന്നത് അവ ഒരു GPS പോലെ പ്രവർത്തിച്ച് അവർ ട്രാക്ക് ചെയ്യപ്പെടും എന്നാണ്. വീട്ടിലെത്തിയ ശേഷം അവർ വസ്ത്രങ്ങളൊക്കെ കത്തിക്കുകയും മിഷലിനെ ബേസ്മെന്റിലാക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് മുമ്പ് പറഞ്ഞ കോൺസ്പിറസീസിനെല്ലാം പുറകിൽ അന്യഗ്രഹ ജീവികളാണെന്നും മിഷലും അവരിൽ ഒരാളാണെന്നുമാണ് ടെഡി വിചാരിച്ചിരിക്കുന്നത് എന്ന്. മനുഷ്യരൂപത്തിലുള്ള ഒരു ഏലിയനെ തിരിച്ചറിയുന്നതിന് തെളിവായി അവൻ കരുതുന്ന ചില കാര്യങ്ങൾ കൂടി അവൻ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇടുങ്ങിയ പാദങ്ങൾ, നേർത്ത ബാഹ്യചർമ്മം, മുൻ പല്ലുകളുടെ പ്രൊജക്ഷൻ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെവികൾ, ഉയർന്ന ഹെയർ ഡെൻസിറ്റി എന്നിവയാണ് അവൻ പറയുന്ന തെളിവുകൾ. തുടർന്ന് അവളുടെ നെർവസ് സിസ്റ്റം ബ്ലോക്ക് ചെയ്യാനായി അവർ അവളുടെ ശരീരം ഒരു ക്രീം കൊണ്ട് പൊതിഞ്ഞ് അവളെ ഒരു മെത്തയിൽ കെട്ടിയിടുന്നു. വൈകുന്നേരം ആകുമ്പോൾ അവർ സ്യൂട്ടൊക്കെ ധരിച്ച് ബേസ്മെന്റിലേക്ക് വരുന്നു. ശേഷം മിഷൽ ഉണരുമ്പോൾ ടെഡി അവളെ ഹ്യൂമൻ റെസിസ്റ്റൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും അവൾ ഒരു ആൻഡ്രോമെഡൻ ഏലിയൻ ആണെങ്കിലും ജനീവ കൺവെൻഷൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ ബഹുമാനിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന മിഷൽ തന്റെ മുടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ മദർഷിപ്പിനെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ഷേവ് ചെയ്തതാണ് എന്നാണ് ടെഡിയുടെ മറുപടി. മിഷൽ അധികം ഭയം ഒന്നും കാണിക്കുന്നില്ല. പകരം താനൊരു VIP ആണെന്നും അതിനാൽ FBI ഇപ്പോൾ തന്നെ അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി കാണും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ടെഡി ചിരിച്ചുകൊണ്ട് അവൾ മനുഷ്യനായി അഭിനയിക്കുന്നതിൽ മിടുക്കിയാണ് എന്ന് പറയുന്നു. അവൾ ആൻഡ്രോമെഡൻ റോയൽ കോർട്ടിലെ ഒരു ഹൈ റാങ്കിംഗ് ഒഫീഷ്യൽ ആണെന്നും
അവളുടെ സ്പീഷീസിന് ഭൂമിയെ ടെക്നോസ്ലേവ്സ് ആക്കാനും ആഗ്രോ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും, അതായത് ചുരുക്കി പറഞ്ഞാൽ കീഴടക്കാനും നശിപ്പിക്കാനും സഹായിക്കുവാണ് എന്നുമാണ് ടെഡി അവകാശപ്പെടുന്നത്. തന്നെയും ഡോണിനെയും ലൂണാർ എക്ലിപ്സ് ദിവസ രാത്രി അവളുടെ മദർഷിപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് കൂടി ടെഡി മിഷേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൻ അവളുടെ സുപ്പീരിയേഴ്സിനെ നേരിടാൻ വേണ്ടിയാണ് ഇത്. പക്ഷെ താനൊരു ഏലിയൻ അല്ലെന്ന് മിഷേൽ വാദിക്കുമ്പോൾ താൻ അവളുടെ മുഖത്ത് തെർമൽ ഇമേജിംഗ് നടത്തിയെന്നും അവളുടെ ഇൻസ്റ്റഗ്രാമിൽ ആൻഡ്രോമെഡൻ കോഡ് കണ്ടെത്തിയെന്നും ടെഡി പറയുന്നു. പിന്നീട് അവൻ ഒരു റെക്കോർഡർ അവൾക്കായി അവിടെ വെക്കുകയും മിഷേലിന് അവളുടെ നേതാവിനോട് അവരുടെ ഷിപ്പ് ബോർഡ് ചെയ്യാനും ഭൂമി വിട്ടു പോകാനുമുള്ള മെസ്സേജ് തയ്യാറാക്കാൻ ഒരു രാത്രി സമയം തരാമെന്ന് അനൗൺസ് ചെയ്യുകയുമാണ്. ഏലിയൻസ് തന്റെ ഫാമിലിയെയും കമ്മ്യൂണിറ്റിയെയും തേനീച്ചകളെയും ഒക്കെ കൊന്നിട്ടും താൻ ഇത്ര മാന്യമായി പെരുമാറുന്നതിന് മിഷേൽ തന്നോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുകൂടി അവൻ പറയുന്നുണ്ട്. പിന്നീട് മിഷേലിന്റെ അപേക്ഷകൾ അവഗണിച്ചുകൊണ്ട് ബോയ്സ് ലൈറ്റ് ഓഫ് ചെയ്ത് പോകുന്നു. മുകളിലത്തെ നിലയിൽ അവരിപ്പോൾ തങ്ങളുടെ വിജയത്തിന്റെ ആദ്യപടി ആഘോഷിക്കുന്നു. എങ്കിലും ഡിന്നറിനിടെ സെക്യൂരിറ്റി ക്യാമറ വഴി മിഷേൽ കരയുന്നത് കണ്ട് ഡോണിന് പാവം തോന്നുന്നു. പക്ഷെ മിഷേലിനെ ഒരു ഹ്യൂമനായി കാണരുതെന്നും അവൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് തങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും ടെഡി അവനെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ഡോൺ ഉറങ്ങാൻ കടന്നതിന് ശേഷവും ടെഡി ക്യാമറയിൽ നോക്കി നിൽക്കുകയും തന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുകയും ചെയ്യുന്നു. അവന്റെ അമ്മ, അതായത് സാൻഡി, ട്രഡീഷണൽ മെഡിസിൻസിൽ വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ഓക്സലിത്തിന്റെ ഒരു ക്ലിനിക്കൽ ട്രയലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. കമ്പനീസ് ആദ്യ രോഗങ്ങൾ ഉണ്ടാക്കുകയും ശേഷം അവയ്ക്കുള്ള മെഡിസിൻസ് വിൽക്കുകയുമാണ് ചെയ്യുന്നതെന്നും താൻ ഈ ട്രയൽസിൽ പങ്കെടുക്കുന്നത് ടെഡിയെ വളർത്താൻ വേണ്ടി മാത്രമാണെന്നുമാണ് സാൻഡി അവനെ പഠിപ്പിച്ചിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രയൽസ് പിന്നീട് അവളെ ഒരു കോമ സ്റ്റേജിലാക്കി. പിറ്റേന്ന് രാവിലെ കസിൻസ് മിഷേലിനെ കൊണ്ട് ശരീരം മുഴുവൻ വീണ്ടും ക്രീം പുരട്ടിക്കുന്നു. എക്ലിപ്സിന് ഇനി 3 ദിവസം മാത്രം ബാക്കി നിൽക്കവേ ടെഡി ഏലിയൻ കോൺസ്പിറസി പോഡ്കാസ്റ്റുകളൊക്കെ കേട്ടുകൊണ്ട് തന്റെ സൈക്കിളിൽ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് ഓഫീസർ കേസി അവനെ തടഞ്ഞു നിർത്തുന്നു. ടെഡിയുടെ കുട്ടിക്കാലത്ത് അവനെ ബേബി സിറ്റ് ചെയ്തിരുന്ന ആളാണ് കേസി അവനെ നിർത്തിച്ചത് അവൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വെറുതെ തിരക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്താതിരിക്കാൻ ടെഡി വേഗം ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നു. പിന്നീട് ടെഡി സത്യത്തിൽ ഓക്സലിറ്റ് കമ്പനിയുടെ വെയർഹൌസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജോലിക്കിടെ തനിക്ക് സംഭവിച്ച ഒരു മുറിവിനെ പറ്റി ഒരു സഹപ്രവർത്തക പരാതിപ്പെടുമ്പോൾ ഈ ഹൊറിബിൾ വർക്ക് സിസ്റ്റമിനെ ഫൈറ്റ് ചെയ്യാനായി ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ടെഡി അവളോട് പറയുന്നു. ലഞ്ച് ബ്രേക്കിനിടെ അവൻ ടിവിയിൽ ന്യൂസ് കാണുമ്പോൾ അതിൽ മിഷേലിനെ കാണാത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള സൂചനകളൊന്നും ഇതുവരെ അതോറിറ്റീസിന് ലഭിച്ചിട്ടില്ല. ശേഷം വീട്ടിലെത്തി അവൻ തന്റെ തേനീച്ചകളെ പരിപാലിക്കുകയും പിന്നീട് ഡോണിനോട് മിഷേലിനെ പറ്റി തിരക്കുകയും ചെയ്യുന്നു. അവൾ ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. പക്ഷെ അവൾ തങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണ് എന്നാണ് ടെഡി ഇപ്പോഴും കരുതുന്നത്. കസിൻസ് വീണ്ടും അവരുടെ സൂട്ടൊക്കെ ധരിച്ച് മിഷേൽ റെക്കോർഡ് ചെയ്ത മെസ്സേജ് കേൾക്കാനായി ബേസ്മെന്റിലേക്ക് പോവാണ്. അതിൽ മിഷേൽ താനൊരു ഏലിയൻ ആണെന്നും തന്റെ മദർഷിപ്പ് അവരെ തേടി വരുമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് വളരെ ബേസിക് ആയൊരു സന്ദേശമാണെന്ന് പറയുന്ന ടെഡി ഏലിയൻ ലാംഗ്വേജ് ഉപയോഗിക്കാത്തതിന് മിഷേലിനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ താനൊരു യഥാർത്ഥ ഏലിയൻ അല്ലാത്തതിനാൽ തനിക്ക് അതിന് കഴിയില്ലെന്ന് മിഷേൽ അവനെ ഓർമ്മിപ്പിക്കുന്നു. ദേഷ്യം വന്ന ടെഡി റെക്കോർഡർ എടുത്ത് നിലത്തേക്ക് എറിയുന്നു. തുടർന്ന് മിഷേൽ താനൊരു കെമിസ്റ്റ് ആണെങ്കിലും തനിക്ക് സൈക്കോളജി ഡിഗ്രി കൂടെ ഉണ്ടെന്നും അതിനാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നുണ്ട് എന്നും പറയുന്നു. ടെഡി ഇന്റർനെറ്റിൽ ആകെ കൺസ്യൂം ചെയ്യുന്നത് അവന്റെ തന്നെ വിശ്വാസങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് മാത്രമാണെന്നും ഇത് അവന്റെ യഥാർത്ഥ ബോധത്തെ നശിപ്പിക്കുകയാണെന്നും ഒരു തിയറിയാണ് അവൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേട്ട് ടെഡി കോർപ്പറേറ്റ് സ്പീച്ചുകളെ പറ്റി ഒരു റാൻഡ് നടത്തുന്നു. മിഷേൽ ഇതിന് സർക്കാസത്തോടെയുള്ള മറുപടി നൽകുമ്പോൾ വീണ്ടും വല്ലാത്ത ദേഷ്യം തോന്നുന്ന ടെഡി ഒരു ചെയർ എടുത്ത് നിലത്തടിക്കുകയും അത് മിഷേലിന്റെ തലയ്ക്ക് മുകളിലൂടെ എടുത്തെറിയുകയും ചെയ്യുന്നു. മിഷേൽ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് താനുമായി ഒരു റിയൽ കോൺവെർസേഷൻ നടത്താൻ അവനോട് ആവശ്യപ്പെടുന്നു. അവൻ പണത്തിനോ പവറിനോ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നെങ്കിലും ടെഡി തന്റെ റാൻഡിങ് തുടരുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മിഷേൽ അവനെ ഒരു മാനസിക രോഗി എന്ന് വിളിക്കുമ്പോൾ ടെഡി അവളെ അടിക്കുന്നു. ശേഷം അവൻ തന്റെ കാറിലിരുന്ന് ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ഒക്കെ നടത്തുന്നത് നമുക്ക് കാണാം. പിന്നീട് ഏലിയന്റെ എക്സിസ്റ്റൻസിനെ പറ്റി പഠിക്കാൻ താൻ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ അവൻ ഡോണിനോട് പറയുന്നു. എന്നാൽ അവരെ തിരിച്ചറിയാനുള്ള മെത്തേഡ്സ് താനാണ് കണ്ടുപിടിച്ചതെന്ന് കൂടി അവൻ വ്യക്തമാക്കുന്നുണ്ട്. താൻ അവരുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ തന്റെ മനസ്സ് വായിക്കുകയും ഹ്യൂമൻസ് അന്തസ്സും അഭിമാനവും ഉള്ളവരാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ അവർ ഒരു ചാൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് അവന്റെ വാദം. സ്പേസിലുള്ള ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് ഡോൺ ചോദിക്കുന്നു. പക്ഷെ തങ്ങൾ ചർച്ചകൾക്കായി കുറച്ചു മണിക്കൂർ നേരം മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നാണ് ടെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം പിന്നീട് ഇവിടെ ഭൂമിയിൽ ഒരു ഇംപ്രൂവ്ഡ് സൊസൈറ്റി ഉണ്ടാക്കാനായി തങ്ങൾ തിരിച്ചു വരേണ്ടതുണ്ട്. തങ്ങൾ കാസ്ട്രേഷൻ ഇഞ്ചക്ഷൻസ് എടുത്ത ശേഷം തനിക്ക് ആകെപ്പാടെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടെന്ന് ഡോൺ പറയുമ്പോൾ അത് നോർമൽ ആണെന്നും വൈകാതെ എല്ലാം ശരിയാവുമെന്നും ടെഡി അവന് ഉറപ്പ് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ മിഷേൽ തന്റെ കെട്ടുകൾ അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബലം കാണുന്നില്ല. കസിൻസ് അപ്പോഴേക്കും അവിടേക്ക് വരുന്നു.
ആൻഡ് ഇപ്പോൾ ഡോണിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. സോ ഇപ്പോൾ താൻ കോൺവെർസേഷൻ പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന മിഷേൽ താൻ ഒരു ഏലിയൻ ആണെന്നും കൂടി അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ ടെഡിക്ക് അത് മാത്രം മതിയാകുമായിരുന്നില്ല. സോ അവൻ അവളെ ഒരു കസേരയിൽ കെട്ടിയിട്ട് ഇലക്ട്രോഷോക്ക് ടോർച്ചർ ചെയ്യുന്നു. അവളുടെ നിലവിളികളെ മറയ്ക്കാൻ അവൻ ഫുൾ വോള്യൂമിൽ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഡോണിന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ടെഡി അവനോട് തങ്ങൾ ആവശ്യമായത് ചെയ്യുക തന്നെ വേണമെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു. മിഷേൽ ഇപ്പോൾ അതിയായ വേദന അനുഭവിക്കുകയാണ്. ആൻഡ് ടെഡി വീട്ടിലെ ലൈറ്റ്സ് പോലും ഫ്ലിക്കർ ചെയ്യുന്ന തരത്തിൽ ഇലക്ട്രിക് പവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ അവളുടെ അവസ്ഥ വഷളാവുകയുമാണ്. ഡോൺ അവനെ തടയാൻ ശ്രമിക്കുമ്പോൾ ടെഡി അവന്റെ കൈ തട്ടി മാറ്റുന്നു. ഒടുവിൽ വീട്ടിലെ മുഴുവൻ വൈദ്യുതിയും തകരാറിലാവുകയും ഇലക്ട്രിക് കണക്ഷൻസിനെ അപകടപ്പെടുത്തുന്ന തരത്തിൽ തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു. ടെഡി ഇതിലാകെ ഞെട്ടിപ്പോയി. സോ ഡോൺ ഇടപെട്ട് മെഷീൻ ഓഫ് ചെയ്യുന്നു. മിഷേലിനെ മരണത്തിന്റെ വക്കിൽ എത്തിച്ചതിന് അവൻ ടെഡിയോട് കയർക്കുന്നു. പക്ഷെ തനിക്ക് തെറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് ടെഡി പറയുന്നത്. അവൻ മിഷേലിന്റെ ചുണ്ടിൽ രക്തം തുടച്ചുകൊണ്ട് അവളോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷെ ഇത്തവണ അവൻ അവളെ യുവർ മെജസ്റ്റി എന്നാണ് വിളിക്കുന്നത്. അവളുടെ ഈ ഹൈ പെയിൻ ടോളറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് താൻ ആദ്യം കരുതിയതുപോലെ അവളൊരു ഹൈ റാങ്കിങ് ജനറൽ മാത്രമല്ല എന്നും ഒരു ഏലിയൻ രാജകുടുംബം തന്നെയാണെന്നുമാണ് അവൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. പിന്നീടുള്ള മറ്റൊരു ഫ്ലാഷ് ബാക്കിൽ ട്രയൽ പേഷ്യൻസിനെ ഗുരുതരമായി ഹേർട്ട് ചെയ്ത ഒരു സംഭവം മിഷേൽ കവറപ്പ് ചെയ്തതായി കാണിക്കുന്നു. അവരെയെല്ലാം നിശബ്ദരാക്കാൻ വിക്ടിംസ് സുഖം പ്രാപിക്കുന്നത് വരെ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് വഹിക്കാമെന്ന് അവൾ സമ്മതിച്ചു. പിന്നീട് പ്രസന്റിൽ എക്ലിപ്സിന്റെ തലേ ദിവസം ടെഡി ഷോപ്പിങ്ങിന് പോവാണ്. പിന്നീട് വീട്ടിൽ മിഷേലിനെ ബേസ്മെന്റിൽ നിന്ന് പുറത്തിറക്കുന്നതിന് മുൻപ് അവൻ വീട്ടിലെ എല്ലാ ജനാലകളും വാതിലുകളും മറയ്ക്കുന്നു. അവളെ ഒരു റോയൽ മെമ്പറിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. സോ അവൻ അവളെ കുളിക്കാൻ അനുവദിക്കുകയും അവൾക്ക് വസ്ത്രങ്ങളും ഒരു വിഗ് പോലും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സാധാ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്നുള്ള വസ്ത്രങ്ങളായതിനാൽ മിഷേലിന് അവയോട് വെറുപ്പാണ്. ആൻഡ് അവൾ ആ വിഗ് നിരസിക്കുന്നുണ്ട്. പിന്നീട് ഡിന്നർ കഴിക്കാൻ നേരം അവർ അവളുടെ കാലുകൾ ചെയറിൽ കെട്ടിയിടുന്നു. എങ്കിലും അവൾ അവരോട് ഫ്രണ്ട്ലി ആയി തന്നെ സംസാരിക്കുന്നു. അവൾ അവരുടെ മനോഹരമായ വീടിനെയും അവരുടെ ആക്ടിവിസത്തിനെയും ഒക്കെ പ്രശംസിക്കുന്നു. ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ അവൾ തേനീച്ചകളോട് റെസ്പെക്ട് പ്രകടിപ്പിക്കുന്നെങ്കിലും പക്ഷേ അവയെ ചൂഷണം ചെയ്യാൻ എളുപ്പമുള്ള ഒരു വിഭാഗമായി മാത്രമേ അവൾ കാണുന്നുള്ളൂ എന്നാണ് ടെഡി കരുതുന്നത്. പിന്നീട് ക്ലൈമറ്റ് ചേഞ്ചസ് തേനീച്ചകളെ കൊല്ലുകയാണെന്നും മിഷേലിന്റെ കമ്പനി പെസ്റ്റിസൈഡ്സ് നിർമ്മിക്കുന്നതിനാൽ അവരും ഇതിലെ പ്രധാന കുറ്റവാളികളാണെന്നും ടെഡി പറയുന്നതോടെ സിറ്റുവേഷൻ കുറച്ച് ടെൻസ് ആവുകയാണ്. അവർ തമ്മിൽ ഒരു തർക്കം തന്നെ ഉണ്ടാവുകയും അതിനിടെ മിഷേൽ സാൻഡിയുടെ കാര്യം കൂടി അതിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നു. പരീക്ഷണങ്ങൾ ആളുകളുടെ അസുഖങ്ങൾ ക്യൂർ ചെയ്യാൻ ആവശ്യം തന്നെ ആയിരുന്നു എന്നും വിക്ടിംസിനെ തന്റെ കമ്പനി സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അവൾ പറയുന്നു. അവളുടെ ഓരോ വാക്കുകളിലും ടെഡി കൂടുതൽ കോപാകുലനാവുകയും ഒടുവിൽ പൊട്ടിത്തെറിക്കുകയും മേശയ്ക്ക് മുകളിലൂടെ ചാടിയെത്തി അവളെ നേരിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവൻ മിഷേലിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങുന്നു. ഡോണിനാകട്ടെ ഇതൊക്കെ നിർത്താൻ അപേക്ഷിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യണം എന്നറിയില്ല. ഫൈറ്റിനിടെ മിഷേലിന്റെ കെട്ടുകൾ അഴിയുന്നു. സോ അവൾ ആ ചാൻസ് ഉപയോഗിച്ച് ടെഡിയുടെ കയ്യിൽ ഒരു ഫോർക്ക് കൊണ്ട് കുത്തിയ ശേഷം ഓടാൻ ശ്രമിക്കുന്നു. ടെഡി റൂമിന് ചുറ്റും അവളെ ചേസ് ചെയ്യുകയും വീണ്ടും അവർ നിലത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുകയുമാണ്. ഫൈനലി ഡോൺ ഇടപെടുകയും അവൻ തോക്കുകൊണ്ട് മിഷേലിന്റെ തലക്കടിച്ച് അവളെ ബോധം കെടുത്തുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് ഓഫീസർ കേസി വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്നു. പക്ഷെ ആരും ഡോറ് തുറക്കുന്നില്ല. വറീഡായ കേസി വീടിന് ചുറ്റും നടക്കുകയും ജനാലകളെല്ലാം മൂടിയിരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ടെഡി വീടിന്റെ ബാക്ക് ഡോർ തുറക്കുകയും അവൻ ക്ഷണിക്കാതെ തന്നെ കേസി അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അതിനാൽ ടെഡി ധൃതിപ്പെട്ട് സെക്യൂരിറ്റി ക്യാമറ ഓഫ് ചെയ്യാൻ പോകുന്നു. പിന്നീട് കേസി ചെയറിലെ സ്ട്രാപ്പുകൾ ശ്രദ്ധിക്കുമ്പോൾ ടെഡി അത് തന്റെ അമ്മയ്ക്ക് മുമ്പ് വയ്യാതാകുമ്പോൾ ഫിറ്റ്സ് വരുമായിരുന്നു എന്നും അന്നേരങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണെന്നും പറയുന്നു. തുടർന്ന് കേസി കാണാതായ മിഷേലിന്റെ ഫോൺ ഈ പ്രദേശത്തെ ഒരു മൊബൈൽ ടവറിൽ പിങ് ചെയ്തതിനാലും അവളുടെ കാർ റോഡിൽ കണ്ടതിനാലും താൻ ഈ പരിസരത്ത് പെട്രോളിംഗ് നടത്തുകയാണെന്ന് വിശദീകരിക്കുന്നു. ലോക്കൽസിനോട് അവരാരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കി വരികയാണ് അയാൾ. ആൻഡ് ഓഫ് കോഴ്സ് താനും ഒന്നും കണ്ടിട്ടില്ലെന്ന് ടെഡിയും പറയുന്നു. ഇപ്പോൾ അസ്വസ്ഥനായി കാണപ്പെടുന്ന കേസി താൻ സത്യത്തിൽ ടെഡിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചെത്തിയത് തനിക്ക് കുറ്റബോധം ഉള്ളത് കൊണ്ടാണെന്ന് സമ്മതിക്കുന്നു. ബേബി സിറ്റ് ചെയ്തിരുന്ന സമയത്ത് അയാൾ ടെഡിയെ മുതലെടുത്തിരുന്നുവെന്നും അന്നു മുതൽ അയാൾ ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയാണെന്നും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നു. കേസി എല്ലാത്തിനും ക്ഷമ ചോദിക്കുകയും മറ്റൊരു കുട്ടിയോടും താൻ ഇത് ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്യുന്നു. കേസി ഇനിയും ഇവിടെ തുടർന്നാൽ അയാൾക്ക് സംശയങ്ങൾ തോന്നാൻ തുടങ്ങും എന്ന് ഭയപ്പെടുന്ന ടെഡി അയാളോട് താൻ ക്ഷമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തേനീച്ചകളെ കാണിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ബേസ്മെന്റിൽ മിഷേലിന് ബോധം വരുമ്പോൾ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഡോണിനെയാണ് കാണുന്നത്. അവൾ അവനോട് സൗമ്യമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾ അവനെ ധീരൻ എന്ന് വിളിക്കുകയും തന്നോട് നന്നായി പെരുമാറിയതിന് നന്ദി പറയുകയും ചെയ്യുന്നു. ടെഡിയെ പിടികൂടാൻ സഹായിച്ചാൽ ഡോണിനെതിരെ താൻ ചാർജസ് ഉന്നയിക്കില്ലെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു.
കൂടാതെ ഡോണിനെ അവന്റെ കസിൻ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് തനിക്ക് മനസ്സിലായി എന്നും അവൾ പറയുന്നുണ്ട്. ആദ്യമൊന്നും ഡോൺ അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല. പക്ഷെ പിന്നീട് അവൾ അവന് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ തുടങ്ങുമ്പോൾ ഡോൺ തനിക്ക് ഭൂമി വിട്ട് ഏലിയൻസിനൊപ്പം വന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്നു. മിഷേൽ അവനെ അവളോടൊപ്പം സ്പേസിലേക്ക് കൊണ്ടുപോകാം എന്ന് സമ്മതിക്കുന്നു. ശേഷം ഡോൺ അവളോട് നന്ദി പറഞ്ഞുകൊണ്ട് തോക്ക് കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നതും മിഷേൽ അവന്റെ ചോരയിൽ കുളിച്ചിരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. പുറത്ത് കേസിയും വെടിയൊച്ച കേൾക്കുന്നു. ടെഡി ഉടൻ തന്നെ തേനീച്ചകളെ അവന്റെ നേരെ എറിയുകയും പിന്നെ ഒരു മൺവെട്ടി കൊണ്ട് അയാൾ മരിക്കുന്നത് വരെ അയാളുടെ തലയ്ക്കടിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഓടിക്കെതിച്ച് ബേസ്മെന്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഡോണിന്റെ ശരീരം കണ്ട് അവൻ തകർന്നു പോകുന്നു. തോക്ക് കൈക്കലാക്കുന്ന അവൻ മിഷേലിനെയാണ് ഇതിന് കുറ്റപ്പെടുത്തുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അവൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ടെഡി അവളെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മിഷേൽ അവനോട് തന്റെ പക്കൽ സാൻഡിയെ രക്ഷപ്പെടുത്താനുള്ള ക്യൂർ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. തന്റെ കാറിൽ തന്റെ കമ്പനി രഹസ്യമായി ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു മെഡിസിൻ അടങ്ങിയ കുപ്പിയുണ്ടെന്നും മോഷ്ടാക്കളിൽ നിന്നും അത് സുരക്ഷിതമാക്കി വെക്കാൻ അതിന്റെ ലേബലിൽ ആന്റി ഫ്രീസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുമാണ് അവൾ പറയുന്നത്. ഡെസ്പെററ്റ് ആയ ടെഡി ഡോണിനോട് ചെയ്തതിന് പകരമായി മിഷേലിന്റെ കാലിൽ തോക്കുകൊണ്ട് അടിക്കുന്നു. പിന്നീട് അവൻ കാട്ടിൽ അവളുടെ കാർ ഒളിപ്പിച്ചെടുത്തേക്ക് ഓടുന്നു. അവൻ കാറിൽ നിന്നും മിഷേൽ പറഞ്ഞ പ്രകാരമുള്ള കുപ്പി കണ്ടെത്തുകയും അതുമായി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തി അവിടെ സാൻഡിയുടെ IV ട്യൂബിലേക്ക് അതിൽ ലിക്വിഡ് കുത്തിവെക്കുകയും ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിൽ സാധാരണ ആന്റി ഫ്രീസ് തന്നെയായിരുന്നു. സാൻഡിയുടെ ദേഹം ഷിവർ ചെയ്യാൻ തുടങ്ങുകയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവൾ മരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. പരിഭ്രാന്തനായ ടെഡി ജനാലയിലൂടെ രക്ഷപ്പെടുന്നു. ബേസ്മെന്റിലാവട്ടെ മിഷേൽ ഡോണിന്റെ ശരീരം കാലുകൊണ്ട് തട്ടി പരിശോധിക്കുമ്പോൾ അവൾക്ക് ഹാൻഡ് കഫ്സിന്റെ കീ ലഭിക്കുന്നു. അവൾ സ്വതന്ത്രയായ ശേഷം പുറത്തേക്കുള്ള വഴി അന്വേഷിക്കാൻ തുടങ്ങുന്നു. മാട്രസിന് പുറകിലെ ഒരു രഹസ്യ ഡോർ കണ്ട് അതുവഴി അകത്തേക്ക് നോക്കുന്ന മിഷേൽ ഞെട്ടിപ്പോകുന്നു. അവിടെ ജാറുകളിൽ നിരവധി മനുഷ്യ ശരീര ഭാഗങ്ങളാണ് അവൾ കാണുന്നത്. മൃതശരീരങ്ങളുടെ ഫോട്ടോഗ്രാഫുകളും ധാരാളം കുറിപ്പുകളുമുള്ള ബൈൻഡേഴ്സും അവിടെ ഉണ്ട്. ടെഡി മുൻപും നിരവധി ആളുകളെ പിടികൂടുകയും അവർ ഏലിയൻസ് ആണെന്ന് കരുതി അവരെ വെട്ടിമുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ നിമിഷം ടെഡി തോക്കുമായി തിരിച്ചെത്തുന്നു. മിഷേൽ അവനോട് അവന്റെ വിക്ടിംസിൽ എത്ര പേർ ഏലിയൻസ് ആയിരുന്നു എന്ന് ചോദിക്കുകയും അതിനവൻ 2 പേരെന്ന് ഉത്തരം നൽകുകയും ചെയ്യുന്നു. സാൻഡിയുടെ മരണത്തിന് ടെഡി അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. പക്ഷെ മിഷേൽ അവന്റെ വായടപ്പിക്കാൻ വേണ്ടി തിരിച്ചു ദേഷ്യപ്പെടുന്നു. അവൾ പറയുന്നത് ആൻഡ്രോമെഡൻ ചക്രവർത്തി ഭൂമിയെ കണ്ടെത്തിയ ശേഷം ഇവിടെ ഡൈനോസസ് മാത്രമായിരുന്നു എന്നും തന്റെ ആളുകൾ ആക്സിഡന്റലി ഇവിടെ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്തതാണ് ഡൈനോസസിന്റെ വംശനാശത്തിന് കാരണമായത് എന്നുമാണ്. ചക്രവർത്തിക്ക് കുറ്റബോധം തോന്നുകയും അയാൾ ഇവിടെ ആൻഡ്രോമെഡയുടേതിന് സമാനമായ ഒരു ലൈഫ് ഫോം സൃഷ്ടിക്കുകയും ചെയ്തു. അതാണ് മനുഷ്യർ. അതിലെ ആദ്യത്തെ സൊസൈറ്റി ആയിരുന്നു അറ്റ്ലാന്റിസ്. അവർ ഏലിയൻസിനെ ദൈവങ്ങളെ പോലെ ആരാധിച്ചു. എങ്കിലും പിന്നീട് മനുഷ്യർ അത്യാഗ്രഹികളും വയലന്റുമായി തീരുകയും അതൊടുവിൽ ഒരു ന്യൂക്ലിയർ വാറിൽ കലാശിക്കുകയും ചെയ്തു. ഒരാർക്ക് മുഖേന വളരെ കുറച്ച് ആളുകൾ മാത്രം സർവൈവ് ചെയ്തു. എങ്കിലും സൊസൈറ്റി ഒരിക്കലും മെച്ചപ്പെട്ടില്ല. യുദ്ധങ്ങളും പൊല്യൂഷനും കൊണ്ട് അവർ ഭൂമിയെ നശിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ പെരുമാറ്റം കാരണം മിക്ക ആൻഡ്രോമെഡക്കാരും ഹ്യൂമൻ റേസിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചക്രവർത്തിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. മനുഷ്യരുടെ ഈ വയലന്റ് ജീനിന് ഒരു ക്യൂർ കണ്ടെത്താനുള്ള എക്സ്പെരിമെന്റ്സ് നടത്താൻ അദ്ദേഹം തന്റെ ആളുകളോട് ആവശ്യപ്പെട്ടു. ആ പരീക്ഷണത്തിന്റെ ട്രയലിലാണ് സാൻഡിയും ഭാഗമായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മിഷേൽ തനിക്ക് എക്ലിപ്സിന്റെ സമയത്ത് തന്റെ ലീഡറിനോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയും ടെഡിയെ കൂടെ തന്റെ കൂടെ കൂട്ടാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം വിഗും തന്റെ ഒറിജിനൽ കോസ്റ്റ്യൂംസും ധരിച്ച മിഷേൽ ടെഡിയെയും കൂട്ടി അവളുടെ കാറിൽ കമ്പനി ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. അവിടെയുള്ള എല്ലാ ഗാർഡ്സും എംപ്ലോയീസും അവളെ കണ്ട് ഞെട്ടുന്നു. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാവരോടും നേരത്തെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ അനുവദിക്കുകയാണ്. ഓഫീസിൽ എത്തുമ്പോൾ മിഷേൽ പ്രൈവസിക്കായി കർട്ടൻസ് എല്ലാം അടയ്ക്കുന്നു. തന്റെ കാൽക്കുലേറ്റർ ഒരു സീക്രട്ട് ഏലിയൻ ഡിവൈസ് ആണെന്ന് പറയുന്ന മിഷേൽ തന്റെ മദർഷിപ്പിനെ കോൺടാക്ട് ചെയ്യാനാണെന്ന് അവകാശപ്പെട്ട് അതിലൊരു കോഡ് ഡയൽ ചെയ്യുന്നു. നടന്നേക്കാവുന്ന എന്ത് പ്രശ്നത്തിനും തയ്യാറായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ടെഡി തന്റെ ജാക്കറ്റിനിടയിൽ ഒരു ബോംബ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. മിഷേൽ ഭയപ്പെടാതെ തന്റെ ഷിപ്പിലേക്ക് പോകാനുള്ള ടെലിപോർട്ടലാണെന്ന് പറഞ്ഞ് ടെഡിയെ ഒരു കബേർഡിൽ കയറ്റുന്നു. ടെഡി അവളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കബേർഡിന്റെ വാതിൽ അടയ്ക്കുമ്പോൾ മിഷേൽ കാൽക്കുലേറ്ററിലെ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഉടൻ തന്നെ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുകയും ടെഡിയുടെ തല പുറത്തേക്ക് തെറിക്കുകയും ഒപ്പം ആ ഇമ്പാക്റ്റിൽ മിഷേലും ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അധികം വൈകാതെ മിഷേലിനെ കൊണ്ടുപോകാനായി ഒരു ആംബുലൻസ് എത്തുന്നു. ഒപ്പം എല്ലാ എംപ്ലോയീസും അവളുടെ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിക്കുന്നു. എന്നാൽ മിഷേലിന് ബോധം വരുമ്പോൾ അവൾ ഡോക്ടേഴ്സിനെ അവഗണിച്ചുകൊണ്ട് ആംബുലൻസിൽ നിന്ന് റോഡിന്റെ നടുവിലേക്ക് ചാടിയിറങ്ങുന്നു. നേരെ ഓഫീസിലേക്ക് പോകുന്ന അവൾ കാൽക്കുലേറ്റർ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്ത് ആ കബേർഡിലേക്ക് കയറുന്നു. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ മദർഷിപ്പിൽ പ്രത്യക്ഷപ്പെടുകയും
അതോടെ അവൾ പറഞ്ഞ കഥകളെല്ലാം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. സത്യത്തിൽ അവൾ തന്നെയാണ് ആൻഡ്രോമെഡൻ ചക്രവർത്തിനി. മാത്രമല്ല, ടെഡിയുടെ തിയറി പോലെ തന്നെ അവളുടെ തലമുടി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൾക്ക് തന്റെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. ഇതുവരെ നടത്തിയ എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു എന്ന് കൗൺസിൽ അവളെ അറിയിക്കുന്നു. അങ്ങനെ ഒടുവിൽ മനുഷ്യർ ഇല്ലാതാകാൻ സമയമായി എന്ന് മിഷൽ തീരുമാനിക്കുന്നു. എർത്തിന്റെ ഒരു ഫ്ലാറ്റ് മോഡൽ അടങ്ങുന്ന ഒരു ബബിൾ അവൾ കുത്തി പൊട്ടിക്കുന്നു. അതോടെ ഭൂമിയിലെ എല്ലാ വ്യക്തികളും ഒരേ സമയം മരിച്ചു വീഴുന്നു. ഇപ്പോൾ ടെഡിയുടെ ഗാർഡനിൽ അവന്റെ തേനീച്ചകൾ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു പോകുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. സോ അതാണ് ബുഗോണിയ എന്ന ഫിലിം. ഡീറ്റെയിൽസ് ഒന്നും മിസ് ആവാതെ തന്നെ റീക്യാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള തരം ജോണേഴ്സ് കമന്റ് ചെയ്താൽ അത്തരത്തിലുള്ള മൂവീസിന്റെ റീക്യാപ്സും നമുക്ക് നോക്കാം. അപ്പോൾ എത്രയും വേഗം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.